ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാര്യം നമുക്ക് ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കാശിക്ക് ഇപ്പം 1.5 വയസ്സായിട്ടുണ്ട്. അപ്പം ഈ 1.5 വയസ്സിൽ ഞാൻ ഒരുപാട് ഡയപ്പേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാര്യം കുഞ്ഞിനെ ഏതായാലും കംഫർട്ട് എന്ന് അറിയാൻ പറ്റില്ല, അതുപോലെ തന്നെ റാഷസ് ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം സ്ഥിരമായിട്ടൊരെണ്ണം ഉപയോഗിക്കേണ്ട എന്ന് ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ. ചിലരാണെങ്കിൽ റാഷസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. കാശി ജനിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 7-10 ഡയപ്പേഴ്സ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം കുഞ്ഞിന് ഏതായാലും കംഫർട്ട് എന്ന് അറിയാൻ എനിക്കുള്ളൊരു ആകാംക്ഷ കൊണ്ടിട്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പുതിയ വേറെ ബ്രാൻഡ്സ് ഒക്കെ കാണും, അന്നേരം ഞാൻ വേറെ ഓർഡർ ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഇപ്പം കാണിക്കുന്നില്ല. ഇപ്പം കറൻ്റ്ലി ഒരു 4 months കറക്റ്റ് പറയുകയാണെങ്കിൽ ഗോഗു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 4 മാസമായിട്ട് ഞാൻ മേടിക്കുന്ന അല്ലെങ്കിൽ ബേബിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഡയപ്പേഴ്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിക്കുമ്പോൾ കുറച്ച് ഹ്യൂജായിട്ടാണ് വാങ്ങാറുള്ളൂ, കുറച്ച് ബൾക്കായിട്ട് മേടിക്കും. കാര്യം അറിയാമല്ലോ, നമുക്ക് ഈ ബേബീസ് ഉള്ള അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പേഴ്സിൻ്റെ കാര്യത്തിലാണ്. അപ്പം ഞാൻ കൂടുതലും വലിയ പാക്കറ്റ് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. അഥവാ അവന് അത് ഇറിറ്റേഷനോ റാഷസോ എനിക്ക് കംഫർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബേബി ഉള്ളതുകൊണ്ടിട്ട്, അതായത് ചേട്ടനും മോളുണ്ട്, അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാമല്ലോ, ആ ഒരു മൈൻഡിലാണ് മേടിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് കാശി ജനിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാമ്പേഴ്സിൻ്റെ ന്യൂബോൺ ഉണ്ടല്ലോ, യെല്ലോ കളറിലെ പാക്കറ്റ് വരുന്നത്, ആ ഒരു ഡയപ്പറാണ് കാശി ജനിക്കുമ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു, അത് ന്യൂബോൺ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2 monthsോളം അത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 3 monthsോളം അത് തന്നെയായിരുന്നു ന്യൂബോൺ തന്നെയായിരുന്നു പാമ്പേഴ്സിൻ്റെ അല്ല കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്കാണ് എനിക്ക് കൊളാബിന് നമുക്ക് ക്യൂട്ട്സീൽ എന്നും പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അത് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടിയില്ല, ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട്, ഇൻസ്റ്റയിൽ പല പേജുകളുണ്ട്. ക്യൂട്ട്സീൽ എന്ന് പറഞ്ഞ് അടിച്ച് നോക്കുമ്പം അതിൻ്റെ തന്നെ ഒരുപാട് പേജുകൾ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്തും കിട്ടും കേട്ടോ. എനിക്ക് കൊളാബിന് വന്നിട്ടുള്ളായിരുന്നു ക്യൂട്ട്സീൽ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ബ്രാൻഡിൻ്റെത്. അത് ഒരു പേജിൽ നിന്ന് വന്നു, 2 പേജ് 3-4 പേജിൽ നിന്ന് വന്നു. അതുകൊണ്ടിട്ട് എനിക്ക് 3-4 പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഒരു 72 പീസസ് വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്, സൂപ്പറാണെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഞാൻ ബേബി ഒരു 6 months വരെയും വേറെ ഡയപ്പേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സെയിം ആ സാധനം തന്നെയാണ് യൂസ് ചെയ്തത്. നല്ല ഡയപ്പറാണ്, അത് ഭയങ്കര കംഫർട്ടാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, യൂറിനൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, റാഷസ് ഉണ്ടാവില്ല, പ്രീമിയം ക്വാളിറ്റിയാണ്, നല്ല ഡയപ്പറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ട്സീൽ എന്ന് പറഞ്ഞിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുക, കുഞ്ഞിന് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല, ഞാനിപ്പം ബേബിക്ക് ഒരുവിധം എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മളെന്താ പറഞ്ഞോണ്ടേ, ക്യൂട്ട്സീൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പേജുകൾ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇന്ന പേജ് മെൻഷൻ ചെയ്യുന്നില്ല. ക്യൂട്ട്സീൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പേജുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേജുകൾ വരും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പേജിൽ കയറിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് ഒരു 1000-ൻ്റെ അകത്താണ്, 1300-1000-ൻ്റെ അകത്താണ് 72 പാക്കറ്റിന് വരുന്നത്. അതിൽ ചെറുത് മേടിച്ച് നമുക്ക് വേണമെങ്കിൽ സാഷ മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. നല്ല ഡയപ്പറാണ്. ഞാൻ പറഞ്ഞാൽ 6 മാസം വരെ ഞാൻ കുഞ്ഞിന് വേറെ ഒരു ഡയപ്പർ യൂസ് ചെയ്തിട്ടില്ല. കൊളാബ് വന്നത് തീർന്നിട്ട് ഞാൻ അത് തന്നെയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇതേ കണക്ക് പേജിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന പേജുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ ബേബി ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു 3 ബ്രാൻഡ് മേടിച്ചു. ലവ് ലാപ്പ്, ഈ പാമ്പേഴ്സിൻ്റെ ന്യൂബോണും പാമ്പേഴ്സും.
പക്ഷേ കുഞ്ഞിന് ലവ് ലാപ്പിൻ്റെ പാമ്പേഴ്സ് യൂസ് ചെയ്ത ടൈമിൽ ഫസ്റ്റ് ഒരു ആദ്യത്തെ ദിവസം തന്നെ കുഞ്ഞിന് റാഷസ് ചെറിയ രീതിയിൽ റെഡ് കളറിലൊക്കെ വരുന്നതിന് ശേഷം പിന്നെ ഞാൻ ലവ് ലാപ്പ് യൂസ് ചെയ്തിട്ട് ഇതുവരെ ലവ് ലാപ്പ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലുള്ള സ്കിൻ ആയിരിക്കില്ല. അപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ ആ ഒരു ഡയപ്പർ ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലവ് ലാപ്പിലും ഓക്കെ ആയിരിക്കും. എനിക്ക് ബേബിക്ക് അത് ഓക്കെ അല്ല അന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡൈ റാഷസ് ക്രീം ഉണ്ടല്ലോ, അത് വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പം ന്യൂ ബേബി നമ്മുടെ കുഞ്ഞു ബേബി വരാൻ പോകുമ്പോൾ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസോടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഓരോ ഡയപ്പേഴ്സ് എടുക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും കാശിക്ക് ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് ചിന്തിച്ചാണ് നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ളത് എടുക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ടിട്ടാണ് എന്തൊക്കെയായിരുന്നു ബേബിക്ക് യൂസ് ചെയ്തത്, എന്തൊക്കെ യൂസ് ചെയ്തില്ല. ബേബിക്ക് കാശിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേബി പ്രോഡക്റ്റ്സ് തന്നെ ഒരു 3-4-5 ബ്രാൻഡ്സ് മേടിച്ചു. സെറ്റാഫില്ല്, സെബാമെഡ്, ഹിമാലയൻ വാങ്ങിയിട്ടില്ല. അത് ഹിമാലയൻ എനിക്ക് താല്പര്യം, സ്മെല്ല് എനിക്ക് പിടിക്കില്ല, അതുകൊണ്ട് അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കു, പിന്നെ മദർ സ്പെഷ്യൽ അല്ല എന്തോന്ന് മോംസ്കോ, വേറെ ഏതോ ഒരു ബ്രാൻഡ് നമ്മുടെ മാമവത്ത്, ഇത് 5 എണ്ണമാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് യൂസ് ചെയ്തപ്പം സെബാമെഡ് യൂസ് ചെയ്തപ്പോൾ കുഞ്ഞിന് ചെറിയ അലർജി പോലെ റാഷസ് പോലെ തോന്നി വേണ്ടിയിട്ട് സെബാമെഡ് പിന്നെ മേടിച്ചിട്ടില്ല. സെറ്റാഫിലായിരുന്നു ഒരു 6 to 8 months വരെയും സെബാമെഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം കറൻ്റ്ലി ആ ഒരു 8 months തൊട്ടിട്ട് ബേബിക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ് എസെൻസ് ബേബിയുടെ ആ പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ എല്ലാ ബേബി പ്രോഡക്റ്റ്സും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ സെറ്റാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസാണ്, ഇത് എക്സ്പെൻസ് കുറവാണ്. അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡയപ്പറിൻ്റെ കാര്യത്തിലോട്ട് ഡയപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ക്യൂട്ട്സിയിലായിരുന്നു 6 മാസം വരെ യൂസ് ചെയ്തത്. ഇപ്പം കുഞ്ഞിന് 1.5 വയസ്സ്. പിന്നെ ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മമ്മി പോക്കോ പാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെത് മേടിച്ചു. അത് സാധാ മമ്മി പോക്കോ പാൻസിൻ്റെ വലിയൊരു പാക്കറ്റ് മേടിച്ചപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞിന് മീഡിയം സൈസാണ്. ആ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മമ്മി പോക്കോ പാൻസ് മേടിച്ചപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടായി. അത്ര കംഫർട്ടല്ല, അതിൻ്റെ നൂലൊക്കെ പൊങ്ങിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേന് പിന്നെ ഞാൻ മേടിച്ചിട്ടില്ല മമ്മി പോക്കോ പാൻസ്. അലർജി ഒന്നും ഉണ്ടായില്ല, പക്ഷെ ലീക്കേജ് ഉണ്ടായി. ഇപ്പം മോഷൻ പോവുകയാണെങ്കിൽ പോലും കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ പറ്റിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് മേടിച്ചിട്ടില്ല. പിന്നെ ഈ പാമ്പേഴ്സ് എനിക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്ക് പാമ്പേഴ്സിൻ്റെ നോർമൽ പാമ്പേഴ്സിനേക്കാളും കൂടുതൽ കംഫർട്ട് കുഞ്ഞിന് യൂസ് ചെയ്യാൻ എനിക്ക് കംഫർട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പാമ്പേഴ്സ് ഉണ്ട്. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ സൈഡിൽ, ഞാൻ മറന്നു എഡിറ്റ് ചെയ്യുമ്പോൾ അതാണ് കേട്ടോ, പറ്റുന്നുണ്ടെങ്കിൽ സൈഡിൽ ഫോട്ടോ എടുക്കാം. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പാമ്പേഴ്സ് ഉണ്ടല്ലോ, വൈറ്റ് കളർ മറ്റേ ഒരു സ്കൈ ബ്ലൂ കളറിലെ എന്തോ കവറാണ് കേട്ടോ വരുന്നത്. നമുക്ക് വെജിറ്റേറ്റർ ഉണ്ട്, ആ ഒരു റാപ്പ് ചെയ്യാനുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അത് നല്ലൊരു ഡയപ്പറാണ്. അത് കരഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് അകത്ത് കയറ്റുമല്ലോ, അതാ കരയാത്ത. അപ്പം വെജിറ്റേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ റാപ്പ് ചെയ്യാനുള്ളതുണ്ട്. സോ അത് നല്ലൊരു ഡയപ്പറാണ്. അത് നല്ല ഡയപ്പറാണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസ് ആണ്. നമുക്ക് ഡയപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയാണ്. ഞാൻ ഈ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ ഇപ്പോൾ കാശി ബേബിക്ക് മേടിക്കുന്ന എല്ലാ തരം ഡയപ്പേഴ്സും പ്രീമിയം ക്വാളിറ്റിയാണ്. അതിലേക്ക് ഞാൻ എത്തപ്പെട്ടത് ഈ ഒരു ഡയപ്പറിലൂടെയാണ് കേട്ടോ. പാമ്പേഴ്സിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് നോക്കിയിട്ടാണ്. പിന്നെ ഞാൻ എപ്പം ഡയപ്പർ മേടിക്കുമ്പോഴും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡയപ്പർ ഉണ്ടോ എന്ന് ചോദിച്ച് തന്നെയാണ് മേടിക്കുന്നത്. അല്ല ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് സെർച്ച് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. കാര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഡയപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡയപ്പർ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ഒരുപാട് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ദോഷവുമായിട്ടുള്ളതുണ്ട്. സോ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം
പ്രീമിയം ക്വാളിറ്റി നോക്കിയിട്ടേ മേടിക്കാറുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത് കുറച്ച് നമ്മൾ നോർമൽ ഡയപ്പർ മേടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസ് ആവും, എന്നാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്കും ഒരാശ്വാസം ഉണ്ടാവും. അത് നല്ലതാണ് എന്നൊരു ഇതുണ്ടാകും. നല്ലതാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. പ്രീമിയം ക്വാളിറ്റി തന്നെ നോക്കി മേടിക്കാം. ഈ പാമ്പേഴ്സിന് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 299 രൂപ തൊട്ടിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പാമ്പേഴ്സിൻ്റെ ഡൈപ്പേഴ്സ് മേടിക്കാൻ കിട്ടും കേട്ടോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ. 15 പീസസ് എന്തോ ഉള്ളൂ 299 രൂപ. കുറച്ച് എക്സ്പെൻസ് ആണ് ഈ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പാമ്പേഴ്സിൻ്റെ ഡൈപ്പർ. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് വേറെ കുറേ ഡൈപ്പേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും കവർ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ കവർ ഈ ഒരു 4 മാസം കൊണ്ടിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടേ, ഇത് അധികം ആർക്കും അറിയാത്ത, ചിലപ്പോൾ ചില ബ്രാൻഡ്സൊന്നും എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ, അങ്ങനെയുള്ളൊരു ബ്രാൻഡായിരിക്കാം. നമ്മുടെ ടെഡീൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡൈപ്പറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 36 പീസസ് ആണ് വരുന്നത്. ഇത് നല്ല സൂപ്പർ ഡൈപ്പറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ ഡൈപ്പർ വരുന്നത് നല്ല പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ലാതെ ഞാൻ കുഞ്ഞിന് യൂസ് ചെയ്ത് എനിക്ക് കംഫർട്ടായി തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒബ്സർവ് ആവുന്നുണ്ട്. പിന്നെന്താ പറയുക, എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വെറ്റ് ഡിറ്റക്ടർ ഉണ്ട്, അതായത് നമുക്ക് കുഞ്ഞ് അത്യാവശ്യം യൂറിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. ഇതിനകത്ത് അവൈലബിൾ ആയി സ്മോൾ സൈസ് തൊട്ടിട്ട് എക്സൽ വരെ അവൈലബിൾ ആണ്. ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്നത് മീഡിയം സൈസിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടെഡി, പ്രീമിയം ടെഡി, എന്തിൻ്റെ ലിങ്ക് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാട്ടോ. ഇത് ഞാൻ വാങ്ങി ഒരു പാക്കറ്റേ മേടിച്ചോളൂ. പിന്നെ ഞാൻ വേറെ 3-4 യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് പിന്നെ വാങ്ങാഞ്ഞത്. ഇപ്പം ഞാൻ ഇനി ഏതെങ്കിലും ഒരു ഡയപ്പർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിനകത്ത് 4 ഏതെങ്കിലും ഒരെണ്ണമായി അല്ല, പിന്നെ അത് ഒരെണ്ണം എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. കാണിച്ചു തരാം. പിന്നെന്താ, നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. 36 പാൻറ്റീസാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ. 1000 അകത്ത് തന്നെയാണ്. എത്രയായിരുന്നു നോക്കിട്ട് MRPയുടെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 599, 1000 തന്നെയാണ്. ലാഭമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഓഫ് കോഴ്സ് ലാഭമാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 16 നമ്മുടെ പാമ്പേഴ്സിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഡയപ്പർ ഓർഡർ ചെയ്യുമ്പോൾ 299, 399 ആണ് കേട്ടോ. കറക്റ്റ് ഞാൻ മറന്നുപോയി. ആ ഒരു റേറ്റിൽ 299 ആണെന്ന് തോന്നുന്നു. ആ ഒരു റേറ്റിൻ്റെ അകത്താവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 36 പീസസ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് 549 രൂപയ്ക്കാണ്. ഓക്കെയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ അയച്ചു തരാം. കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് വൺ, ഇത് ഹഗീസിൻ്റെ പ്രീമിയം ക്വാളിറ്റി. ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന 4 ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതുണ്ടോ. ആദ്യം കാണിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹഗീസിൻ്റെ 50 പാൻറ്റീസ് വരുന്നതാണ്. 50 എണ്ണം വരുന്നുണ്ട്. അത്യാവശ്യം വലുതാണ്. ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മറന്നു. ഞാൻ കുറേ നാളൊക്കെ ആയി എടുത്തിട്ട്, അതുകൊണ്ടിട്ടല്ലോ. പക്ഷെ ഇത് വാങ്ങണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനകത്ത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 12 hours ഒബ്സർവേഷൻ ഉണ്ട്. അതൊക്കെ ഓക്കെയാണ്. പിന്നെ നാച്ചുറൽ കോട്ടൺ ആണ്, അതും ഓക്കെ ആയിരിക്കും കേട്ടോ. നാച്ചുറൽ കോട്ടൺ ആയിരിക്കും. ഡ്രൈ എക്സ്പേർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് ലീക്കേജ് ഒന്നുമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പൂടെയൊക്കെ പൊങ്ങി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ഒരു ഡയപ്പറിൻ്റെതായ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. റേറ്റ് ഇതിനകത്ത് കാണുന്നില്ല.
ഇത് ന്യൂബോൺ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ്. 15 to 25 kg കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. റേറ്റ് കാണും 1399 രൂപയാണ് 50 പാൻറ്റീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ലാഭമല്ലേ? ആണോ ലാഭം? ഞാൻ നേരത്തെ 1000 എന്ന് അതിന് പറഞ്ഞില്ലേ, അത് ഞാൻ 2 എണ്ണം ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ടിട്ടാണ് 1000 എന്ന് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ സെയിം തിരിപ്പുണ്ട് ഇതിൻ്റെ ഒരു കവർ. ഇത് തന്നെ സെയിം ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു, 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനിത് ദുബായിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ 2 എണ്ണവും കൊണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ യൂസ് ചെയ്തുകൊണ്ട് കവർ തിരിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ. ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഹഗീസ് ഞാൻ പറയില്ല, വാങ്ങണമെന്ന് ഞാൻ പറയില്ല. ഒരു ഓക്കെ പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ. ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഡയപ്പർ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. എന്തായാലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പൂടെ പോകും, വേറെ കുഴപ്പമൊന്നുമില്ല, റാഷസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തന്നെയാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ കുഴപ്പം, ലീക്കേജും ഇല്ല. മൊത്തത്തിൽ പുറം ഭാഗം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ലൂസായി ആ പഞ്ഞിയൊക്കെ ഇളകുന്ന കണക്കൊക്കെ തോന്നും. പിന്നെ നെക്സ്റ്റ് വൺ ലിറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയപ്പറാണ്. ഇതും പ്രീമിയം ഡയപ്പറാണ്. കംഫി ബേബി പാൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽസിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ. ലിറ്റിൽസിൻ്റെ തന്നെ നോർമൽ ഡയപ്പേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എന്ത് മേടിച്ചാലും ഞാൻ പ്രീമിയം ക്വാളിറ്റി നോക്കിയിട്ടാണ് ഡയപ്പേഴ്സ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്ത് 32 ഇതാണ് കേട്ടോ വരുന്നത്. 32 ഡയപ്പേഴ്സാണ് വരുന്നത്. 32 എണ്ണം 449 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ 2 എണ്ണം മേടിച്ചാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഇൻസ്റ്റാമാർട്ട്, നമ്മുടെ സ്വിഗ്ഗിൻ്റെ ഇൻസ്റ്റാമാർട്ട് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഓർഡർ ചെയ്തൊരു 15 മിനിറ്റിനുള്ളിൽ ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്തു. നല്ല കൊള്ളാം, അത്യാവശ്യം ഓക്കെയാണ്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ലിറ്റിൽസ് എന്ന് പറഞ്ഞാൽ അധികം കേട്ടിട്ട്, ഇതൊന്നും അധികം ഞാൻ കേട്ടില്ല. ഹഗീസ് കേട്ടിട്ടുണ്ട്, ടെഡിയുടെ ഒന്നും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ നോർമൽ ഡയപ്പേഴ്സ് എന്ന് പറയുമ്പം മമ്മി പോക്കോ പാൻസും അതുപോലെ തന്നെ മറ്റേ ഈ പാമ്പേഴ്സും അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കൂടുതൽ. ഹിമാലയൻ ഇതൊക്കെയാണല്ലോ കേൾക്കാറുള്ളത്. ഹിമാലയൻ ഞാൻ മേടിച്ചില്ല കേട്ടോ. ഹിമാലയൻ ഒരിക്കൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി, അന്നേരം റാഷസ് ഉണ്ടായി കുഞ്ഞിന്. അതിനുശേഷം ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ചെറുതിലെ കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ അകത്തും വെഡ് ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഡയപ്പറാണ്, ക്വാളിറ്റി ഉണ്ട്. ലിറ്റിൽസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. 449 രൂപയാണ് 32 പാൻറ്റീസിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ പറയുന്ന മീഡിയം സൈസിൻ്റെ കാര്യമാണ് കേട്ടോ. നമുക്ക് സ്മോൾ സൈസ് ആകുമ്പോഴത്തേനും അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും, ലാർജ് ആകുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, അങ്ങനെയൊക്കെ വരും കേട്ടോ. ഈ ഒരു റേറ്റിൽ തന്നെ നല്ലതാണ്. 12 hours ഒബ്സർവേഷൻ ഉണ്ട്. നമുക്ക് 12 hours ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് 3 എണ്ണം. പിന്നെ ലാസ്റ്റ് വൺ ഞാൻ ഇപ്പം ബേബിക്ക് കണ്ടോ ഇതിനകത്തുണ്ട്, കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയപ്പറാണ് നമ്മുടെ ഫെദേഴ്സ് ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഫെദർ ഡയപ്പേഴ്സ്, R for rabbit feather diapers, next gen diaper that differ. ഇത് സംഭവിച്ചു കഴിഞ്ഞാണല്ലോ നല്ല സൂപ്പർ ഡയപ്പറാണ്. ഇത് ഞാൻ 2ാമത്തെ തൊട്ടാണ് ബേബിക്ക് മേടിക്കുന്നത്. അതേ തൊട്ട് മേടിച്ചതിൻ്റെ കവർ എൻ്റെ കയ്യിലില്ല. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ 48 പാൻറ്റീസാണ് വരുന്നത്. നല്ല ഡയപ്പറാണ് കുഞ്ഞ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡയപ്പറാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്, ഭയങ്കര സോഫ്റ്റാണ്, പ്യുവർ കോട്ടൺ ഡയപ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെഡ് ഡിറ്റക്ടർ ഉണ്ട്. അതുപോലെ നമുക്ക് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം സ്റ്റിക്കർ ഉണ്ട്, ഇത് വെച്ചിട്ട് തന്നെ റാപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഞാൻ മേടിച്ചിട്ടുണ്ട് 1000-ൻ്റെ അകത്തല്ലോ കേട്ടോ റേറ്റ്. 1299 രൂപയാണ്. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മേടിക്കുമ്പോഴാണ് റേറ്റ് വരുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി കുറച്ച് മേടിക്കാൻ പറ്റും. നല്ല ഡയപ്പർ. ഈ 4 എണ്ണത്തിൽ 3 എണ്ണം ഓക്കെയാണ്. ഞാൻ കണ്ണും പൂട്ടി മേടിച്ചോളാൻ പറയും. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏത് ഡയപ്പർ 3-4-5 ഡയപ്പേഴ്സിൻ്റെ പേരുകൾ ഞാൻ 4 എണ്ണം കാണിച്ചുള്ളൂ, പക്ഷേ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. സോ ഇതും എനിക്ക് ഒരു നല്ല ഡയപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇതും ഓക്കെയാണ്.
പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. കാര്യം ഇപ്പോൾ അമ്മമാരായിട്ടുള്ളവർക്കായാലും ഏത് ഡയപ്പർ യൂസ് ചെയ്യണം, ഏത് റേറ്റ് വരും, എങ്ങനെ ഓർഡർ ചെയ്യും, എങ്ങനെ മേടിക്കും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ സത്യത്തിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ തുടങ്ങിയ ഗോകു നാട്ടിലില്ലാതുകൊണ്ടിട്ടാണ്. ഗോകു നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ പാമ്പേഴ്സിൻ്റെ പ്രീമിയം ക്വാളിറ്റി നോക്കിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടായിരിക്കും മേടിക്കാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ അവനില്ല, പോകാനൊരു മാർഗ്ഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഓർഡർ ചെയ്ത് കൊടുക്കുക. ഇത് തീരാറാവുന്നതിനൊരു ഇതിൻ്റെ ഒരു പകുതി ആകുമ്പോഴത്തേനും ഞാൻ ഓർഡർ കൊടുക്കും. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ സാധനം കൈ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ പാമ്പേഴ്സിൻ്റെ മറ്റേ സാഷ പാക്കറ്റ് ഉണ്ടല്ലോ കേട്ടോ, 25-ൻ്റെ 30-ൻ്റെ വരുന്നത്, അത് വാങ്ങിയിട്ടുണ്ട്. അത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് കേട്ടോ. കാശി ബേബിക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ റാഷസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീരെ ക്വാളിറ്റി ഇല്ല അതിന്. എന്തോ ഒരു ബലമില്ലാത്ത പോലുള്ള ഡയപ്പറാണ് ഈ സാഷ്യ പാക്കറ്റ്. കുഞ്ഞുങ്ങൾക്ക് തീരെ അത് ഉപയോഗിക്കാത്ത തന്നെയാണ് കേട്ടോ നല്ലത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എല്ലാവർക്കും ആ ഒരു അഭിപ്രായം ആകണമെന്നില്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.